ഇന്ന് കാണിക്കാൻ പോകുന്നത് കാരമൽ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിന് പഞ്ചസാര വേണം, പഞ്ചസാര പിന്നെ കുറച്ച് ചൂടുവെള്ളം വേണം, ചൂടാക്കാൻ വെക്കുവാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ അടി പരന്ന പാത്രം വേണം കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ അത്രയും നല്ലത്. ഓൺ ചെയ്തിട്ട് സിമ്മിലിടണം, ചെറുതായിട്ട് സിമ്മിലിടണം. ചട്ടി ചൂടായി വരുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പരന്ന് തന്നെ കിടക്കണം. അപ്പോൾ അത് ഇവിടെ ചൂട് എല്ലായിടത്തും എത്തുള്ളൂ. സിമ്മിലിട്ടാൽ മതി. കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റാവുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മെൽറ്റായി വരുന്നെന്ന് കണ്ടാൽ ഇളക്കരുത്, അപ്പോൾ കട്ട പിടിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അലിഞ്ഞ് വരും. അലിഞ്ഞ് വന്നാൽ ഒന്നും ഇളക്കരുത്, ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് അലിഞ്ഞേക്കുവാണ്, കണ്ടോ. അലിഞ്ഞ് വന്നാൽ ഇളക്കരുത്, വെറുതെ ഒന്ന് ഇതായി കൊടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ഫുള്ള് അലിഞ്ഞ് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം അപ്പോഴേക്കും നമുക്ക് ചൂടാക്കാൻ വെക്കണം. നല്ല ചൂടുവെള്ളം വേണം. കുറച്ച് മതി, 1 ടീസ്പൂണോ കുറച്ച് മതി. അപ്പോൾ ഇത് കണ്ടോ, അലിഞ്ഞ് നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. മുഴുവനും അലിയണം, ഒരു തരിതരി പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ അലിഞ്ഞ് വരണം. ഇളക്കിയാൽ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ ഈ കളറാവുമ്പോൾ തന്നെ വാട്ടർ ഇപ്പോൾ അലിഞ്ഞിട്ടുണ്ട്. അലിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, എല്ലാം ഒന്ന് ഡിസോൾവ് ആകാൻ വേണ്ടി. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ച് കണ്ടോ, കുറച്ച് ഒഴിച്ചോളൂ ഞാൻ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കട്ട ഒന്നും പിടിച്ചില്ല, കറക്റ്റ് ഇതിന് കിട്ടി. ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ സാധാ ഗ്രാനുലേറ്റഡ് ഷുഗറിലാണ് ചെയ്തത്. നമുക്കിത് ബ്രൗൺ ഷുഗർ ചെയ്യാം. ബ്രൗൺ ഷുഗർ ചെയ്യുമ്പോൾ ഇത്ര പാടൊന്നുമില്ല, പെട്ടെന്ന് കളർ നല്ലോണം കിട്ടും, കയ്പിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരമൽ സിറപ്പ് റെഡിയായി. ഇങ്ങനെയാണ് കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇത് ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് ഇനി പെട്ടെന്ന് കട്ടിയൊന്നും ആവില്ല. ചൂടുവെള്ളം ഒഴിക്കുന്നത് അതാണ്, അല്ലെങ്കിൽ സിറപ്പ് വേഗം കട്ടി പിടിക്കും. ഇതിനിപ്പോൾ കട്ടിയൊന്നും ആകത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കാം. നമുക്ക് കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.